ഓക്കെ, സ്വാമിനാഥൻ, 800 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്തിയെന്നാണ് പറയുന്നത് സിറ്റിംഗ് MLA മമ്മിക്കുട്ടി. ഷൊർണൂർ എല്ലാ വികസനവും ഷൊർണൂരിന് ലഭ്യമായിട്ടുണ്ടോ? നിലവിലെ MLA ബഹുമാന്യനായ മമ്മിക്കുട്ടി തികച്ചും ഒരു പരാജയമാണ് എന്നതാണ് രാഷ്ട്രീയ എതിരാളികളുടെ മാത്രമല്ല ഇടതുപക്ഷത്തുള്ള പ്രവർത്തകർ പോലും പറയുന്നത്. വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു. കോടികളൊക്കെ കടലാസിൽ എഴുതി വായിക്കാൻ നല്ല രസമാണ്. ഈ കടലാസ് പദ്ധതികളല്ലാതെ മറ്റ് പദ്ധതികൾ കാര്യമായിട്ടൊന്നും ഈ മണ്ഡലത്തിൽ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ നിയോജക മണ്ഡലത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നൊരു പ്രദേശമാണ്. അതിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് പോലും ഇവിടെ കൊണ്ടുവരാൻ ഈ MLAക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു സീസണൽ MLA ആണ്. ഈ ഓണം, വിഷു, തിരുവാതിര എന്നൊക്കെ പറയുന്നത് പോലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു MLA ആണ്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ സഹയാത്രികരുടെ ഒരു പരിദേവനം കൂടിയാണത്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ സജീവമല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇടതുപക്ഷ സ്നേഹിതൻ പറഞ്ഞതുപോലെ ഈ താങ്കളുടെ ഒരു പരാമർശമുണ്ടായി കോട്ട എന്ന് പറയുന്ന പദം തന്നെ ഒരു ഫ്യൂഡൽ ഭാഷയാണ്. അതെ, അവർ ജനാധിപത്യത്തിൽ കോട്ട എന്ന് പറയുന്നത് ജനങ്ങളെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന ഒരു അശ്ലീല പദമായിട്ടാണ് ഞാൻ വിലയിരുത്തുക. കാരണം പണ്ട് ജമീന്ദാർമാർ അതുപോലെ നാട്ടുരാജാക്കന്മാരൊക്കെ ഈ സാമ്രാജ്യം എൻ്റെയാണ്, ഈ പ്രദേശം എൻ്റെയാണ് എന്നൊക്കെ പറയുന്നവർക്ക് ജനാധിപത്യത്തിലൊരു കോട്ടയില്ല, തകരാത്തൊരു കോട്ടയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഒരുപാട് വിസ്മയങ്ങളുണ്ടാവും, ഒരു സംശയമുണ്ട്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഇവിടെ ആജ്ഞാനുവർത്തികൾ, സ്തുതിപാഠകർ, അതോടൊപ്പം തന്നെ ഭരണത്തിൻ്റെ ഗുണഭോക്താക്കൾ, ഈ ഒരു ചെറിയ വിഭാഗവും ആ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് വിയർപ്പും യൗവനവും സംഭാവന ചെയ്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ പീഡിപ്പിക്കപ്പെടുന്നു. ഇവരെ തിരുത്താൻ ഉള്ള സ്വാതന്ത്ര്യമില്ലാത്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടിയെ തിരുത്താൻ, തെറ്റുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ പാർട്ടിയെ കരയ്ക്ക് കയറ്റാൻ അവരുടെ ഒരു നിശബ്ദ പ്രതികരണം വോട്ടിങ്ങിലൂടെ ഉണ്ടാകും. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ ഒരു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ബഹുമാന്യനായ അധ്യാപക നേതാവ് കൂടിയായിരുന്ന പ്രിയപ്പെട്ട പി ഹരിഗോവിന്ദൻ മാസ്റ്റർ വിജയിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അപ്പോൾ CPM-ലെ അന്തഛിദ്രങ്ങൾ കൂടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും, അതാണ് കണക്കുകൂട്ടൽ? അല്ല, അത് ഞങ്ങളുടെ കണക്കുകൂട്ടൽ മാത്രമല്ല, അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ, അവർക്ക് വേറെ മാർഗമില്ല. ഈ വഴിവിട്ട സഞ്ചാരമുണ്ടല്ലോ, പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പോകുന്ന ആ പോക്കിൽ മനം നൊന്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റ് സഹയാർത്ഥികർ ഈ പാർട്ടിയെ തിരുത്താൻ UDF-നോട് സ്നേഹം ഉണ്ടായിട്ടല്ല. മനസ്സിലായി. ഓക്കെ.